ഇപ്പോൾ സ്ഥിതി അങ്ങനെ ഒരു സംവിധായകനായ സ്ഥിതി എന്താ? സിനിമയിലെ തുടക്കം മുതൽ തിയേറ്ററിൽ എത്തുന്നത് വരെ സംവിധായകൻ അവിടെ ഉണ്ടായിരിക്കണം, വിശ്രമമില്ല. എന്നിട്ടും മറ്റുള്ളവർ കൊടുക്കുന്ന പ്രാധാന്യം സംവിധായകൻ ആരും കൊടുക്കാറുമില്ല എന്ന് ആലോചിക്കണം. അപ്പം പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഈ സിനിമ വെറുതെ ഒരു പിള്ളകളിയൊന്നുമല്ല, വളരെ ഗൗരവമായിട്ടാണ് സിനിമയെ സമീപിച്ചിരുന്നത്. അല്ലെങ്കിൽ സിനിമ പഠിക്കാത്ത, സിനിമയിൽ ഗുരുക്കന്മാരില്ലാത്ത പൃഥ്വിരാജിന് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാവുന്ന ടേക്കിങ്സ്, ഷോർട്സുകൾ, സീൻ കട്ട് ചെയ്യുന്ന എവിടെയുള്ളത്, അത്രയും ഫ്രഷ് കട്ട്, ഫാസ്റ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവർ തമാശയായിട്ടായാലും അവരുടെ സ്നേഹക്കൂടുതൽ കൊണ്ടായാലും പറഞ്ഞു സംവിധാനം കുറയ്ക്കുന്നതാണ് നല്ലത്. അത്യാവശ്യത്തിന് സിനിമ സംവിധാനം ചെയ്ത് പേരെടുത്ത് പണമുണ്ടാക്കി. ഇനി ഞങ്ങൾക്ക് വേണം, പണം ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല ജീവിതം, ഞങ്ങൾക്ക് നിങ്ങളെ വേണം എന്നുള്ള ആ സ്നേഹപൂർവ്വം ഉണ്ടല്ലോ, അത് മിക്ക പേരും ആഗ്രഹിക്കുന്നതാണ്. കുറച്ച് പേര് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അങ്ങനെ ആ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ പൃഥ്വിരാജ് പറയുന്നത് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഈ സിനിമയോടെ, എൻ്റെ ഈ മൂന്നാമത്തെ സിനിമയോടെ ഈ സിനിമാ സംവിധാനം നിർത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്.